ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ദിവസം വലിയൊരു പ്രഖ്യാപനം യൂണിറ്റ് നടത്തി. ഈ KSRTC ബസ്സുകൾ സൗജന്യ യാത്ര എന്നുള്ളതാണ്. അത്ര ലാഭത്തിൽ KSRTC ആയോ? ഇല്ല, ലാഭത്തിലൊന്നും ആയിട്ടില്ല. KSRTC ദൈനംദിനമുള്ള വരുമാന നഷ്ടം കുറയ്ക്കുകയും പിന്നെ KSRTC ദൈനംദിനം ചെലവിനേക്കാൾ കൂടുതൽ വരവ് നേടാനും തുടങ്ങിയിട്ടുണ്ട്. ഇത് KSRTCക്ക് 10,200 അതിൽ കൂടുതൽ കടങ്ങളും പല ബാധ്യതകളും പല സ്ഥലത്തും. ജീവനക്കാരുടെ പെൻഷൻ പറ്റി വരെ പൈസ കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഒരുപാട് ലൈബിലിറ്റി ഉണ്ട്. പിന്നെ MACT ലൈബിലിറ്റി ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ തീർത്ത് നമ്മളിതിനെ കരകയറ്റി 1-ാം തീയതി ശമ്പളം കൊടുത്തും പിന്നെ ഒരു നഷ്ടമില്ലാതെ എല്ലാ യൂണിറ്റുകളും നടത്തിയും ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് KSRTC ജീവനക്കാർ ഇത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. വഴിയെ പോകുന്നവർക്ക് എന്തെങ്കിലും പറഞ്ഞ് അത് കൊടുക്കാം ഇത് കൊടുക്കാമെന്ന് പറയാമെന്നുണ്ടായത് ഇത് ഒരു 2 മാസം ഈ പറയുന്ന ആനുകൂല്യം നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ KSRTC പിന്നെ ശമ്പളം ഉണ്ടാവില്ല, KSRTC ഉണ്ടാവില്ല. KSRTCയുടെ സ്ഥിതി എനിക്കറിയാവുന്നതൊക്കെ അവർക്ക് അറിയത്തില്ല. വെളിയിൽ നിന്ന് എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറയാം. കർണാടകത്തിൽ എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പോയി എല്ലാവർക്കും ഫ്രീ ആക്കി കൊടുത്തു സ്ത്രീകൾക്കെല്ലാം. ഇപ്പൊ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കടുത്ത നഷ്ടത്തിലും പ്രതിസന്ധിയിലാണെന്ന് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞാനത് കണ്ടതാണ്. അപ്പൊ അതുപോലെ ഇത് അത്ര പോലും സമയം ഉണ്ടാവില്ല. ഇത് 1 മാസം പോലും പോവില്ല. കാരണം ഇത് പറയുമ്പോൾ എന്താ പറയാ, നമ്മൾ ഈ ഇലക്ഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് പൊതു ഖജനാവിന്റെ പണം എടുത്ത് ദൂർത്തടിച്ച് വോട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്. ഇവര് നേരത്തെ പറഞ്ഞല്ലോ, ഈ 2,000 രൂപ 1,600 രൂപ 2,000 രൂപയാക്കി കൊടുത്തെന്ന് പറഞ്ഞ് പിണറായി സർക്കാർ കൈക്കൂലി കൊടുത്തെന്നാണ് ജനങ്ങൾക്ക്. അതേ അഭിപ്രായമല്ലേ 3,000 ആക്കി കൊടുക്കാന്ന് പറയുമ്പോൾ. ഇവർ പറഞ്ഞതല്ലേ ഉള്ളൂ. UDF സർക്കാരിന്റെ കാലത്ത് 600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു, 500 രൂപ 600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ആ 100 രൂപയുടെ വർധനവ് 18 മാസവും കൈമാറിയില്ല. 18 മാസം കൈമാറാതെ അവർ അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷം ബാക്കി കൊടുത്തതും പിന്നെ വർദ്ധിപ്പിച്ച് 1,600 ആക്കിയതും അത് 2,000 ആക്കിയതും 1ഉം 2ഉം പിണറായി സർക്കാരാണ്. അപ്പൊ അത് പറഞ്ഞപ്പോ കൈക്കൂലിയാണെന്ന് പറയുക, ഇത് പറയുമ്പോൾ നല്ലതാണെന്ന് പറയുക. അത് രണ്ടും ശരിയല്ല. KSRTCക്ക് ഇത് താങ്ങാൻ പറ്റത്തില്ല. കാരണം നിലവിലുള്ള ആനുകൂല്യങ്ങൾ എനിക്ക് തോന്നുന്ന ഈ മീഡിയ പേഴ്സണ് കൊടുക്കുന്ന പാസുകൾക്ക് മാത്രമാണ് KSRTC റീഇംബേഴ്സ്മെന്റ് PRDയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഉണ്ടോന്നറിയില്ല, നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്. ബാക്കി എല്ലാ സൗജന്യങ്ങളും കുട്ടികളുടെ സൗജന്യം അടക്കം ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായി 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം അതിന്റെ 10,000 കോടി രൂപ KSRTC കൊടുത്തിട്ടുണ്ട്. അതൊരു മാസം 50 കോടി രൂപ ശമ്പളം കൊടുക്കാനും ഏതാണ്ട് 74 കോടി രൂപ പെൻഷൻ കൊടുക്കാനുമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ. അങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഇത് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. അത് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യം ഇതിൽ കൂടുതൽ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു? അത് കൊടുക്കുന്നുണ്ടല്ലോ, കൺസെഷൻ കൊടുക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഇല്ല, അത് കിട്ടേണ്ട കാര്യമില്ല. കാരണം തന്നെ അത് നമ്മൾ കണക്കാക്കുന്ന വെച്ചാൽ ഒരു ബസ്സിനകത്ത് 2-3 യാത്രക്കാർക്കുള്ളൂ വരില്ല. പിന്നെ ഒരു 2, 5, 10 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാറുണ്ട്. അത് കൊടുത്തതെന്ന് പറഞ്ഞാൽ അത് കീമോതെറാപ്പിക്ക് പോകുന്നവർക്കും റേഡിയേഷന് പോകുന്നവർക്കും അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും അവർ പോകുന്ന ആശുപത്രിയിലേക്കാണ് സൂപ്പർ ഫാസ്റ്റ് മുതൽ ഇങ്ങോട്ട് കൺസെഷൻ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല. അതൊരു ചെറിയ സംഖ്യയുള്ളൂ. കാരണം ഒരു ബസ്സിൽ ഒരു 10 ബസ് പോകുമ്പോൾ ചിലപ്പോൾ ഒരാളെ കാണുള്ളൂ. കാരണം നമ്മൾ 2,000-ഓളം 3,000-ഓളം അപേക്ഷ കിട്ടി. അതിൽ 2,600 നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ അവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ്. അത് ആ രോഗം മാറുമ്പോൾ രോഗം ഭേദപ്പെടട്ടെ എന്നാണ്. ഞങ്ങളതിനകത്ത് ക്യാൻസർ കാർഡെന്ന് എഴുതിയിട്ടില്ല, ഹാപ്പി ലോങ് ലൈഫ് എന്നാണ് കാർഡിന്റെ പേര്. ആ അസുഖം മാറിയെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുമ്പോൾ ഇത് തീർന്നു, അടുത്ത ആളിനാവും. ഇത് അവരെ അസുഖം മാറട്ടെ എന്നുള്ള ആശംസയോടുകൂടിയാണ്. അതായത് ജീവിതകാലം മുഴുവൻ ഇവർ അസുഖമായിട്ട് നടക്കും, ഇവർ മരിക്കുന്നവർ അങ്ങനെയല്ല, അവർ മരിക്കാതിരിക്കട്ടെ. ഞാൻ പല സ്ഥലത്തും ചെല്ലുമ്പോൾ പറയാറുണ്ട്, സാറേ ക്യാൻസർ, നാളെ കീമോ ഉണ്ട്, അല്ലെങ്കിൽ നാളെ റേഡിയേഷൻ ഉണ്ട്, വണ്ടിക്കൂലിക്ക് കാശില്ല എന്ന് പലരും പറയാറുണ്ട്. ആ ഒരു അവസ്ഥ മാറട്ടെ എന്ന് വിചാരിച്ചാണ് ഞങ്ങളോട്. അത് വാരിക്കൂലി കൊടുത്ത സൗജന്യം അല്ലത്. അത് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ഞാൻ ഇവിടെ നല്ല കാറുള്ള ഒരു സ്ത്രീ ഇവര് പറയുന്ന ഈ ആനുകൂല്യം പ്രഖ്യാപിച്ചാൽ എന്താണ് അടയാളം? നല്ല കാർ, സ്വന്തമായി കാറുള്ള ഒരു സ്ത്രീ നാളെ ബസ്സിൽ കയറി എറണാകുളത്തേക്ക് പോകുന്നു, ഫ്രീ ആണോ? അതെന്ത് പാവപ്പെട്ടവരോടുള്ള സമീപനമാണത്? അതിന്റെ ആവശ്യം എന്താണ്? നിങ്ങൾ തന്നെ പറയും, ജനങ്ങൾ പറയട്ടെ. നല്ല കാറുണ്ട്, എൻ്റെ വീട്ടിൽ ബെൻസ് കാർ കിടപ്പുണ്ട്, എൻ്റെ വീട്ടിലെ സ്ത്രീകളെല്ലാം ഇതിൽ കയറി ഫ്രീ ആയിട്ട് പോകും എന്ന് പറഞ്ഞാൽ എന്താ? പല റേറ്റില്ലേ. ഇപ്പൊ ബാംഗ്ലൂരേക്ക് പോകണം, 2,000 രൂപയോളം ടിക്കറ്റ് ഫെയർ വരും വണ്ടിക്ക്, AC വണ്ടിക്കൊക്കെ. അത് ഫ്രീ ആക്കി കൊടുത്താൽ ആര് കൊടുക്കുന്നവിടെ? കർണാടകത്തിൽ നശിപ്പിച്ചു. അത് ഇവിടെ ഇനി ഇത് രക്ഷപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 മാസമായിട്ട് ഇത് ഒരുവിധം പച്ച പിടിച്ച് വരുന്നു. നമുക്ക് എല്ലാവർക്കും, മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും KSRTC ജീവനക്കാർക്കും സംതൃപ്തിയും സന്തോഷവും നൽകുന്ന ഒരു വാർത്തയാണ് KSRTC ഉയർച്ച. അത് കഠിനാധ്വാനമാണ്. ആ ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വളരെ നമ്മൾ കൊടുക്കുന്ന എന്ത് നിർദ്ദേശവും അവർ ശക്തമായി നടപ്പിലാക്കുന്ന അവരെ കഠിനാധ്വാനമാണ്, അവരെ നല്ല പെരുമാറ്റമാണ്. കഷ്ടപ്പെട്ട് അവരത് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുമ്പം ഈ നമ്മളെ നാട്ടിലെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഞാൻ പണ്ടും പറയാറുണ്ട്, ഈ വഴി കിടക്കുന്ന തേങ്ങ എടുത്തിട്ട് ഗണപതിക്ക് അടിച്ചേച്ച് എന്നെ രക്ഷിച്ചോണ്ടേന്ന് പറയരുത്. ഇത് നാട്ടുകാരെ കരം കൊടുക്കുന്ന കാശാണ്, അതെടുത്ത് അടിക്കരുത്. കാരണം നമ്മൾ കാശ് കൊടുത്ത് ഒരു തേങ്ങ വാങ്ങിച്ച് മഹാഗണപതിക്ക് അടിച്ചാൽ മോക്ഷം കിട്ടും. അല്ലാതെ ദൈവത്തിനുള്ള വഴിപാട് പോലും കണ്ടവന്റെ പോക്കറ്റ് അടിച്ചേച്ച് ഇടാം എന്ന് തീരുമാനിക്കുന്നത് ഒരു മര്യാദയില്ലാത്ത കാര്യമാണ്. ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ
നടപ്പാക്കാൻ പറ്റുന്നതും അന്തസ്സുള്ളതുമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഞാൻ ചോദിച്ചല്ലോ, ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ഒരു പക്ഷേ ഒരു സൗജന്യ ആവശ്യം ഉണ്ടായിരിക്കും. പക്ഷെ നല്ല സമ്പന്നയായ ഒരു സ്ത്രീക്ക്, സർക്കാർ ഉദ്യോഗമുള്ള ഒരു സ്ത്രീക്ക് സൗജന്യ യാത്രയുടെ ആവശ്യമുണ്ടോ? സർക്കാരിൽ ജോലിയുള്ള ഒരു നല്ല വരുമാനമുള്ള ഒരാൾ, 40,000 രൂപയ്ക്ക് മേൽ മാസ ശമ്പളം വാങ്ങുന്ന ഒരാളിന് നിങ്ങൾ സൗജന്യ യാത്ര ബസ്സിൽ നൽകേണ്ടതുണ്ടോ? അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ BPL കാർഡുള്ളവർക്കെന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ആണെന്നാണ് പറയുന്നത്. ഇത് ആരെ പറ്റിക്കാനോ? അല്ല, അതെ ഞാൻ പറഞ്ഞല്ലോ, 1,600 രൂപയിൽ നിന്ന് 2,000 ആക്കിയപ്പം ഇതേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ്, ഇത് കൈക്കൂലിയാണ് ജനങ്ങൾക്ക് വോട്ട് കിട്ടാനുള്ള കൈക്കൂലിയല്ല. LDF പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമായിരുന്നു അത്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? 3,000 കൊടുക്കാം. അപ്പൊ അത് അതിലും വലിയ കൈക്കൂലിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ പറയുമ്പോൾ ഇത് നാളെ നമ്മളെ നേരെയും വരുമെന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കുന്നല്ല. ഇതൊക്കെ കൊടുക്കാനല്ല. ഞാൻ പറഞ്ഞല്ലോ, 600 രൂപ 500 രൂപയിൽ നിന്ന് 600 രൂപയാക്കി കൊടുത്ത സർക്കാർ 18 മാസവും 5 പൈസ പോലും വർദ്ധിപ്പിച്ചു കൊടുക്കാതെ, ഈ 500 കൊടുത്തില്ല 600 കൊടുത്തില്ല, കൊടുക്കാതെ അത് മുഴുവൻ കുടിശ്ശികയിട്ട് ഇറങ്ങിപ്പോയ ഒരു സർക്കാർ, അവരിനി വന്നതിന് ശേഷം 3,000 കൊടുക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ അത്രയ്ക്കും അരിയാഹാരം കഴിക്കാത്തവരാണോ? അതുകൊണ്ട് അത് വലിയ പ്രസക്തി ഒന്നുള്ള കാര്യമല്ല. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.